വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ 5ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് മാത്സ് ആണ് എക്സാം, ഗണിതം. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ മലയാളം മീഡിയം വീഡിയോ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കൊരു പ്രവർത്തനം നോക്കി നോക്കാം. 2, 3, 4 എന്നീ മൂന്നക്കങ്ങൾ വരുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും എഴുതുക. എഴുതിയ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കാണുക. അപ്പൊ 2, 3, 4 ഉപയോഗിച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും? 2, 3, 4 ഉണ്ടാക്കാം. പിന്നെ 2, 4, 3. അപ്പൊ 2 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് 3, 2, 4 ഉണ്ടാക്കാം. 3, 4, 2 ഉണ്ടാക്കാം. അപ്പൊ 3 വെച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 4, 3, 2 ഉണ്ടാക്കാം. 4, 2, 3 ഉണ്ടാക്കാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6 സംഖ്യകൾ കിട്ടി. ഈ 6 സംഖ്യകളുടെയും തുക കൂടി ആഡ് ചെയ്യാം. അപ്പൊ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1998 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കി നോക്കാം. നമുക്ക് വേറൊരു പ്രവർത്തനം നോക്കി നോക്കാം. 24 × 25 = 600 ആണ്. താഴെ തന്നിട്ടുള്ളവരുടെ ഗുണനഫലങ്ങൾ ക്രിയ ചെയ്യാതെ കണ്ടുപിടിക്കുക. അപ്പൊ 24 × 25 600 ആണെങ്കിൽ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. 25 × 26 എത്രയായിരിക്കും? അപ്പൊ നമുക്ക് 650 കിട്ടും. 22 × 25 550 എന്ന് കിട്ടും. 24 × 27 = 648 എന്ന് കിട്ടും. 24 × 24 = 576 എന്ന് കിട്ടും. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 24 × 25 = 600 എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ശരിക്കും സാധാ മെത്തേഡിൽ കണ്ടുപിടിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത പ്രവർത്തനമാണ്, പ്രവർത്തനം 3 ആണ്. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കി അതേ അളവിൽ വരയും വട്ടവും വരയ്ക്കുക. എ കേന്ദ്രമായും ബി കേന്ദ്രമായും ഇതേ വലുപ്പമുള്ള 2 വട്ടങ്ങൾ കൂടി വരയ്ക്കുക. അപ്പൊ എന്താണ്? ആദ്യം എ ബി എന്ന് പറയുന്ന ലൈന് നമ്മൾ 6 സെന്റിമീറ്റർ ആയിട്ട് വരയ്ക്കണം. അപ്പൊ അതാണ് എ ബിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. അത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ്പസിൽ 3 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ എ ബിയുടെ സെൻറ്റർ, അതായത് 3 സെന്റിമീറ്റർ ആണ് സെൻറ്റർ. അപ്പൊ അതിൽ കുത്തിക്കൊണ്ട് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കണം. അപ്പൊ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എ കേന്ദ്രമായും ബി കേന്ദ്രമായും എന്ത് ചെയ്യണം? ഇതേ വലുപ്പത്തിൽ 2 വട്ടങ്ങൾ 2 സൈഡിലുമായിട്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ അതാണ് പ്രവർത്തനം 3 എന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആദ്യം 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് വരയ്ക്കുക. then അതിൽ 3 സെന്റിമീറ്റർ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക. ആ ഡോട്ട് മാർക്ക് ചെയ്തിട്ട് പൊട്ടാറ്ററിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ സെന്ററിൽ കുത്തിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം. ദെൻ സർക്കിൾ വൃത്തം വരച്ച് കഴിഞ്ഞാൽ പിന്നെ എ കേന്ദ്രമായും ബി കേന്ദ്രമായും ഇതേ വലുപ്പത്തിൽ 2 വൃത്തങ്ങൾ കൂടി വരയ്ക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണ് നോക്കി നോക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു പ്രവർത്തനം നോക്കി നോക്കാം. 0, 2, 9, 8 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് 8 നാലക്ക സംഖ്യകൾ എഴുതുക. അപ്പൊ 0, 2, 9, 8 വെച്ചിട്ട് നമുക്ക് എന്താ ഒരുപാട് നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതുക. 8, 9, 2, 0, 8, 2, 9, 0, 8, 0, 9, 2, 2, 8, 9, 0, 2, 9, 8, 0 തുടങ്ങി ഒരുപാട് സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം.
മുകളിൽ തന്നിട്ടുള്ള നാലക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എഴുതുക. അപ്പൊ ഈ 0, 2, 9, 8 ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതുക. അപ്പൊ വലിയ സംഖ്യ എഴുതുമ്പോ ആദ്യം വലുത്, പിന്നെ ചെറുതിലേക്ക് പോകണം. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് 9 ആണ്. 9, 8, 2, 0. ഇനി ചെറുതാണെങ്കിലോ, ചെറുത് നമ്മൾ എഴുതുമ്പോ 0 നമുക്ക് എഴുതാൻ പറ്റില്ല. 0 എഴുതിയാൽ അത് 3 അക്ക സംഖ്യയായി മാറും. അപ്പൊ നമ്മൾ 0 രണ്ടാമത് വരുന്ന രീതിയിൽ എഴുതുക. അപ്പൊ നമുക്ക് എഴുതാം 2, 0, 8, 9. അതായത് 0 കഴിഞ്ഞിട്ടുള്ള പിന്നെ ചെറിയ സംഖ്യ വേണം ആദ്യം എഴുതാനായിട്ട്. ഞാൻ ചെറുതിന് നമ്മൾ വലുതേക്ക് എഴുതിയാൽ നമുക്ക് ചെറിയ സംഖ്യ കിട്ടും. ഇനി എന്താ, മുകളിൽ തന്നിട്ടുള്ള 4 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതിയ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 9820, ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 2089. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 9820 നിന്നും 2089 കുറക്കുക. അങ്ങനെ കുറച്ച് നമുക്ക് ആൻസർ കിട്ടും 7731. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കുട്ടികൾക്ക് ആദാമിനോടും ഹവ്വായോടും കൂടെ പൂന്തോട്ടത്തിലൂടെ നടക്കാൻ